സോ നമുക്ക് ഇന്ന് നമ്മുടെ ഫസ്റ്റ് ഡേ ക്ലാസ് ആണ്. ജി എസ് ടിയുടെ ബേസ് നമുക്ക് എന്ത് ചെയ്യാം, ഇന്ന് പഠിക്കാം. സോ നമുക്ക് ഇവിടെ ഒരു പ്രാക്ടിക്കൽ എന്ന രീതിയിലായിരിക്കും കംപ്ലീറ്റ് ക്ലാസ്സും പഠിച്ചു പോകുന്നത്. ഓക്കെ, സോ ആദ്യം മനസ്സിലാക്കിയിരിക്കേണ്ടത് ജി എസ് ടി എന്ന് പറയുന്ന ടാക്സ് സിസ്റ്റം നമ്മുടെ രാജ്യത്ത് നടപ്പിലായത് 2017 ജൂലൈ മാസം ഫസ്റ്റ് ആണ്. ഓക്കെ, അപ്പോ ആ 17 ജൂലൈ ഫസ്റ്റിന് ജി എസ് ടി ഇംപ്ലിമെന്റ് ആയി. ഇപ്പോ 7 ഇയർ കംപ്ലീറ്റ് ആയിരിക്കുന്നു ജി എസ് ടി നടപ്പിലാക്കിയിട്ട്. എന്നാൽ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് 2017 ജൂൺ മാസം 30 വരെ ടിൽ, അതായത് ജി എസ് ടി വരുന്നതിന് മുമ്പ് ജൂൺ 30 വരെ എന്തായിരുന്നു നമ്മുടെ ഇന്ത്യയിലെ ടാക്സ് സിസ്റ്റം, എങ്ങനെ ആയിരുന്നു എന്ന് ആദ്യം മനസ്സിലാക്കുക. അതിലൂടെ നമുക്ക് എന്ത് ചെയ്യാം, ജി എസ് ടിയിലേക്ക് കടക്കാം. അതായത് 17 ജൂൺ 30 വരെ എങ്ങനെയായിരുന്നു എന്ന് മനസ്സിലാക്കിയ ശേഷം 17 ജൂലൈ 1 മുതൽ എങ്ങനെയാണ് എന്ന് എന്ത് ചെയ്യാം, മനസ്സിലാക്കാം. ഓക്കെ, പിന്നെ ആദ്യം പറയുന്ന കാര്യം 17 ജൂൺ 30 വരെ എങ്ങനെയായിരുന്നു. ഇപ്പൊ ഫോർ എക്സാമ്പിൾ, ഒരു ബിസിനസ് സ്ഥാപനം നിങ്ങൾ എടുക്കുക. ഓക്കെ, എക്സാമ്പിൾ ആക്കി മനസ്സിൽ കൊണ്ടുവരിക. ഒരു ബിസിനസ് സ്ഥാപനം എടുത്താൽ അവിടെ ഒരുപാട് വ്യത്യസ്തമായ ബിസിനസ് ട്രാൻസാക്ഷൻസ് നടക്കാറുണ്ട്. ക്ലിയർ അല്ലേ? അതായത് ഇടപാടുകൾ, സെയിൽസ്, പർച്ചേസ്, പേയ്മെന്റ് കൊടുക്കുന്നു, പേയ്മെന്റ് കിട്ടുന്നു, അങ്ങനെ പല വ്യത്യസ്തമായ ട്രാൻസാക്ഷൻസ് നടക്കാറുണ്ട് ഒരു ബിസിനസ് സ്ഥാപനമാകുമ്പോൾ. നമുക്കിവിടെ ടെക്നിക്കലി നമുക്ക് ഇങ്ങനെ വിളിക്കാം, ട്രാൻസാക്ഷൻസ് എന്ന പേര് മാറ്റിയിട്ട് ഇങ്ങനെ വിളിക്കാം, ബിസിനസ് സ്ഥാപനത്തിൽ നടക്കുന്ന ഈവന്റുകൾ, ഈവന്റ്സ്, അതായത് ട്രാൻസാക്ഷൻസ് നടക്കുന്ന കാര്യങ്ങൾ, ബിസിനസ് ഈവന്റുകൾ എന്തൊക്കെയാണ് നമുക്ക് അറിയാം. ഫോർ എക്സാമ്പിൾ, ഇപ്പോ നമ്മൾ ഗുഡ്സ് സാധനങ്ങൾ ഒരു പ്ലേസിൽ നിന്ന് പർച്ചേസ് ചെയ്ത് കൊണ്ടുവരുന്നു. ആ സാധനം എന്ത് ചെയ്യുന്നു, നമ്മൾ മറ്റൊരു കസ്റ്റമർക്ക്, മറ്റൊരു പ്ലേസിലേക്ക് കസ്റ്റമർക്ക് സെയിൽ ചെയ്യുന്നു. അതായത് കച്ചവടം ചെയ്യുന്നു. എന്ത് വിളിക്കാം? ട്രേഡിംഗ് ഓഫ് ഗുഡ്സ് എന്ന് വിളിക്കാം. ട്രേഡിംഗ് ഓഫ് ഗുഡ്സ് എന്ന് വിളിക്കാം, അല്ലെ? ഗുഡ്സിന്റെ കച്ചവടം ചെയ്യുന്നു. ഇതെന്താണ്? ഒരു ബിസിനസ് സ്ഥാപനത്തിൽ നടക്കുന്ന ഒരു ഈവന്റ് ആണ്, ട്രാൻസാക്ഷൻ ആണ്. ക്ലിയർ? അതുപോലെ മറ്റൊരു ബിസിനസ് ഈവന്റ് ആണ് മാനുഫാക്ചറിങ് ഓഫ് ഗുഡ്സ്. നമ്മൾ എന്ത് ചെയ്യുന്നു? റോ മെറ്റീരിയൽസ് ഒക്കെ പർച്ചേസ് ചെയ്ത് കൊണ്ടുവന്ന് ഒരു മെയിൻ, ഒരു ഫിനിഷ്ഡ് ഗുഡ്സ് എന്ത് ചെയ്യുന്നു, ഉണ്ടാക്കുന്നു. മാനുഫാക്ചറിങ് ഓഫ് ഗുഡ്സ്, അതും മറ്റൊരു തരത്തിലുള്ള ബിസിനസ് ഈവന്റ് ആണ്, ട്രാൻസാക്ഷൻ ആണ്. ക്ലിയർ? യെസ്. അപ്പൊ ഗുഡ്സുമായി ബന്ധപ്പെട്ട് 2 ഇടപാട് പറയാം പ്രധാനമായിട്ടും. ഒന്ന്, കച്ചവടം ചെയ്യുന്നു, ഗുഡ്സ് വാങ്ങിച്ച് സെയിൽ ചെയ്യുന്നു, ട്രേഡിംഗ് ഓഫ് ഗുഡ്സ്. 2, ഗുഡ്സ് മാനുഫാക്ചറിങ് ചെയ്യുന്നു, പ്രൊഡക്ഷൻ നടത്തുന്നു. അതുപോലെ മറ്റൊരു ഈവന്റ് ആണ് സർവീസ് പ്രൊവൈഡ് ചെയ്യുക എന്ന് പറയുമ്പോൾ. സർവീസ് കൊടുക്കുന്നു, അല്ലെ? ഞാൻ ക്ലാസ് എടുക്കുന്നു, പഠിപ്പിക്കുന്നു, സർവീസ് ആണ്. അപ്പൊ സർവീസ് പ്രൊവൈഡ് ചെയ്യുക എന്ന് പറഞ്ഞാലും എന്താണ്? ഒരു ബിസിനസ് സ്ഥാപനത്തിലെ ഈവന്റ് ആണ്, ഒരു ട്രാൻസാക്ഷൻ ആണ്. ക്ലിയർ അല്ലേ? യെസ്. അതുപോലെ മറ്റൊരു ഈവന്റ് ആണ് ഇമ്പോർട്ട് ഓഫ് ഗുഡ്സ്. നമ്മൾ എന്ത് ചെയ്യുന്നു? മറ്റൊരു കൺട്രി നിന്നും ഗുഡ്സ് പർച്ചേസ് ചെയ്യുന്നു, അതായത് ഇമ്പോർട്ട് ചെയ്യുന്നു. ഇതും എന്താണ്? ഒരു വ്യത്യസ്തമായ ബിസിനസ് ഈവന്റ് ആണ്, ട്രാൻസാക്ഷൻ ആണ്. ക്ലിയർ അല്ലേ? യെസ്. അപ്പോ ഈ പറയുന്ന ഓരോ ബിസിനസ് ഈവന്റുകൾ നടക്കുന്ന സമയത്ത് അതിന്റെ മേൽ നമ്മൾ ടാക്സ് ചുമത്തപ്പെടുമായിരുന്നു. ഈ പറയുന്ന ഓരോ വ്യത്യസ്തമായ ബിസിനസ് ഈവന്റുകൾ നടക്കുന്ന സമയത്ത്
നമ്മൾ ഓരോന്നിന്റെ മേലെയും വ്യത്യസ്തമായ ഓരോ ടാക്സ്, നികുതി ചുമത്തുമായിരുന്നു. ക്ലിയർ? യെസ്. അങ്ങനെ ഈ പറയുന്ന വ്യത്യസ്തമായ ബിസിനസ് ഈവന്റിന്റെ മേലെ ടാക്സ് ചുമത്തുന്നു എന്ന കാരണത്താൽ നമ്മൾ ഈ പറയുന്ന ഈവന്റുകളെ മറ്റൊരു പേരിട്ട് വിളിക്കും, ടാക്സബിൾ ഈവന്റ്. ഈ പറയുന്ന ഈവന്റുകളൊക്കെ ടാക്സ് ചുമത്തപ്പെടുന്ന ഈവന്റുകളാണ്, ടാക്സബിൾ ഈവന്റുകൾ എന്ന് വിളിക്കും. ക്ലിയർ അല്ലേ? ഈ പറയുന്ന ഈവന്റുകളൊക്കെ ടാക്സ് ചുമത്തപ്പെടുന്നു എന്ന കാരണത്താൽ നമുക്ക് വിളിക്കാം ടാക്സബിൾ ഈവന്റ് എന്ന് വിളിക്കാം. ക്ലിയർ? ഓക്കെ, ടാക്സബിൾ ഈവന്റ് ആണ് ഇതൊക്കെ. ഈ ഈവന്റ് നമ്മുടെ ബിസിനസ്സിൽ നടന്നാൽ അതിന്റെ മേലെ ഓരോ വ്യത്യസ്തമായ ടാക്സ് ഓരോ ഈവന്റിന്റെ മേലെയും ചുമത്തപ്പെടുമായിരുന്നു, അല്ലെ? 17 ജൂൺ 30 വരെ ഇങ്ങനെയൊക്കെ ആയിരുന്നു. അപ്പോ ഈ ഓരോ ഈവന്റിന്റെ മേലെയും നമ്മൾ ഓരോ വ്യത്യസ്തമായ ടാക്സ് ആയിരുന്നു ചുമത്തപ്പെട്ടിരുന്നേ. ഏതെല്ലാമായിരുന്നു നോക്കാം. ഗുഡ്സിന്റെ ട്രേഡിംഗ് ഓഫ് ഗുഡ്സ് ചെയ്യുന്ന സമയത്ത് അതിന്റെ മേൽ ചുമത്തപ്പെട്ടിരുന്ന ടാക്സ് ആയിരുന്നു VAT, മീൻസ് വാല്യൂ ആഡഡ് ടാക്സ് എന്ന് വിളിക്കും. VAT എന്ന് പറയുന്ന ടാക്സ് ആയിരുന്നു നമ്മൾ ഗുഡ്സ് ഒക്കെ കച്ചവടം ചെയ്യുമ്പോൾ അതിന്റെ മേൽ ചുമത്തപ്പെട്ടിരുന്ന ടാക്സ്. ക്ലിയർ അല്ലേ? യെസ്. എന്നാൽ നമ്മൾ ഗുഡ്സ് മാനുഫാക്ചറിങ് ചെയ്യുന്ന സമയത്ത് അതിന്റെ മേൽ ചുമത്തപ്പെട്ടിരുന്ന ടാക്സ് ആയിരുന്നു എക്സൈസ് ഡ്യൂട്ടി. ക്ലിയർ അല്ലേ? എക്സൈസ് ഡ്യൂട്ടി ഓർ ടാക്സ് ആയിരുന്നു ചുമത്തപ്പെട്ടിരുന്നേ. ഇതൊക്കെ ആയിരുന്നു 17 ജൂൺ 30 വരെ. അതുപോലെ സർവീസ് പ്രൊവൈഡ് ചെയ്യുമ്പോൾ അതിന്റെ മേലെ നമ്മൾ ചുമത്തപ്പെട്ടിരുന്ന ടാക്സ് ആയിരുന്നു സർവീസ് ടാക്സ്. അതുപോലെ ഗുഡ്സ് ഇമ്പോർട്ട് ചെയ്യുമ്പോൾ അതിന്റെ മേലെ ചുമത്തപ്പെട്ടിരുന്ന ടാക്സ് ആയിരുന്നു കസ്റ്റംസ് ഡ്യൂട്ടി ഓർ ടാക്സ്. കസ്റ്റംസ് ടാക്സ് ചുമത്തപ്പെട്ടിരുന്നു. ക്ലിയർ അല്ലേ? യെസ്. എന്നാൽ ഇതായിരുന്നു 17 ജൂൺ 30 വരെ നമ്മുടെ രാജ്യത്തുണ്ടായിരുന്ന രീതി. ഇങ്ങനെയായിരുന്നു. ക്ലിയർ? ഓക്കെ. എന്നാൽ 2017 ജൂലൈ 1 മുതൽ ഓൺവേർഡ്സ് മുതൽ ഈ പറയുന്ന ടാക്സബിൾ ഈവന്റുകളില്ലേ, ഈ വ്യത്യസ്തമായ എല്ലാ ടാക്സബിൾ ഈവന്റുകളും ഒരൊറ്റ ഈവന്റായി മാറി. അതായത് പറയുന്നു 17 ജൂലൈ 1 മുതൽ നമ്മൾ ഇനി ഓരോ ഈവന്റും എടുത്തെടുത്ത് പ്രത്യേകം പറയേണ്ട ആവശ്യമില്ല. അതിനെല്ലാത്തിനും കൂടെ ഒരൊറ്റ കോമൺ ആയിട്ട് ഒരു പേര് കൊണ്ടുവന്നു, ഒരു കോമൺ നെയിം കൊണ്ടുവന്നു. ക്ലിയർ അല്ലേ? യെസ്. അതായത് ട്രേഡിംഗ് ഓഫ് ഗുഡ്സിനെ നമുക്ക് ഇങ്ങനെ വിളിക്കാം. ഗുഡ്സിന്റെ മാനുഫാക്ചറിങ് ആണെങ്കിലും അങ്ങനെ തന്നെ വിളിക്കാം. സർവീസ് പ്രൊവൈഡ് ചെയ്യുകയാണെങ്കിലും ആ ഒരൊറ്റ പേര് വിളിച്ചാൽ മതി. ഗുഡ്സിന് ഇമ്പോർട്ട് ചെയ്തോട്ടെ എങ്കിലും നമ്മൾ ആ ഒരു പേര് വിളിച്ചാൽ മതി. അപ്പൊ എല്ലാ ടാക്സബിൾ ഈവന്റുകൾക്കും കൂടി ഒരൊറ്റ കോമൺ ആയ പേര് കൊണ്ടുവന്നു. അപ്പോ ഇനി മുതൽ ടാക്സബിൾ ഈവന്റ് എന്താന്ന് ചോദിച്ചാൽ ആ ഒരു പേര് പറഞ്ഞാൽ മതി. ആ പേരിനകത്ത് ഇതെല്ലാം ഇൻക്ലൂഡിങ് ആണ്. ആ പേരിനകത്ത് ഇതെല്ലാം ഇൻക്ലൂഡിങ് ആണ്. ആ പേരാണ് സപ്ലൈ. സപ്ലൈ എന്ന് പറഞ്ഞാൽ എന്താണ്? സപ്ലൈ മീൻസ് ടാക്സബിൾ ഈവന്റ്. ടാക്സബിൾ ഈവന്റിന് 17 ജൂലൈ 1 മുതൽ നമ്മൾ വിളിക്കുന്ന പേരാണ് സപ്ലൈ. അപ്പൊ സപ്ലൈ എന്ന് പറഞ്ഞാൽ നമ്മൾ സെയിൽ ചെയ്തു, സപ്ലൈ നടത്തി. നമ്മൾ പർച്ചേസ് ചെയ്തു, സപ്ലൈ നടത്തി. നമ്മൾ ഗുഡ്സ് മാനുഫാക്ചർ ചെയ്തു, അതും ഒരു സപ്ലൈ ആണ്. സർവീസ് കൊടുത്തു, സപ്ലൈ ചെയ്തു, അല്ലെ? ഗുഡ്സ് ഇമ്പോർട്ട് ചെയ്തു, സപ്ലൈ ചെയ്തു. ഇതൊക്കെ എന്താണ്? സപ്ലൈ ആണ്. ക്ലിയർ അല്ലേ? യെസ്. അപ്പൊ അങ്ങനെ ഇതെല്ലാം ഒറ്റ പേരായി മാറിയെങ്കിൽ ഈ നമുക്കിനി എടുത്തെടുത്ത് പ്രത്യേകം പറയേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. അങ്ങനെയാണെങ്കിൽ ഈ ഓരോന്നിന്റെ മേലെയും ചുമത്തപ്പെട്ടിരുന്ന ഈ ഓരോ വ്യത്യസ്തമായ ടാക്സുകളൊക്കെ എന്ത് സംഭവിച്ചു? അതെല്ലാം ഒരൊറ്റ ടാക്സ് ആയി മാറി. ആ ടാക്സിന്റെ പേരാണ് GST. ക്ലിയർ അല്ലേ? ഓക്കെ. സപ്ലൈ,
അതുപോലെ GST. അപ്പോ 2017 ജൂലൈ 1 മുതൽ നമുക്ക് ഒരൊറ്റ ടാക്സബിൾ ഈവന്റേ ഉള്ളൂ. പേരെന്താ? സപ്ലൈ. സപ്ലൈ എന്ന് പറയുന്ന കാര്യം നടന്നാൽ അതിന്റെ മേലെ നമ്മൾ ടാക്സ് ചുമത്തപ്പെടുന്നു. ആ ടാക്സിന്റെ പേരെന്താ? GST. ക്ലിയർ അല്ലേ? യെസ്. ഓക്കെ. അപ്പോ നമുക്ക് പഠിച്ചു തുടങ്ങേണ്ടത് ഈ 2 ടേമിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്. ക്ലിയർ അല്ലേ? സപ്ലൈ എന്ന് പറഞ്ഞാൽ നമുക്ക് 2 തരത്തിലുണ്ട്. 2 ടൈപ്പ്. 2 തരം സപ്ലൈ ഉണ്ട്. GST ആണെങ്കിലോ 3 ടൈപ്പ് ഉണ്ട്. 3 തരം GST ഉണ്ട് നമുക്ക്. അങ്ങനെ വേണം പഠിക്കാൻ. 2 തരം സപ്ലൈ ഉണ്ട്, 3 തരം GST ഉണ്ട്. ഓക്കെ. അതായത് ഒന്ന് ഇൻട്രാ സ്റ്റേറ്റ് സപ്ലൈ എന്ന് വിളിക്കും. 2 ഇന്റർ സ്റ്റേറ്റ് സപ്ലൈ എന്ന് വിളിക്കും. ഇൻട്രാ സ്റ്റേറ്റ് സപ്ലൈ എന്നും വിളിക്കും, ഇന്റർ സ്റ്റേറ്റ് സപ്ലൈ എന്നും വിളിക്കും. ക്ലിയർ? ഓക്കെ. ഇൻട്രാ എന്ന് പറഞ്ഞാൽ വിതിൻ ദ സ്റ്റേറ്റ്. അതായത് സെയിൽ ചെയ്യുന്ന സെല്ലറും കസ്റ്റമറും രണ്ടുപേരും ഒരു സംസ്ഥാനത്തിനകത്താണെങ്കിൽ അതിനെ പറയാം ഇൻട്രാ സ്റ്റേറ്റ് സപ്ലൈ. ഇനി ഇന്റർ എന്ന് പറഞ്ഞാൽ ഔട്ട്സൈഡ് ദ സ്റ്റേറ്റ് എന്നാ വിളിക്കുന്നേ. നമ്മുടെ സ്റ്റേറ്റിൽ നിന്ന് പുറത്തേക്ക് ചെയ്യുന്ന സെയില്, അങ്ങനെ പറയാം. അങ്ങനെ മനസ്സിലാക്കാം നമുക്ക്. എന്ന് പറഞ്ഞാൽ കേരളത്തിലുള്ള ഞാൻ തമിഴ്നാട്ടിലുള്ള കസ്റ്റമർക്ക് സെയിൽ ചെയ്യുന്നു, അതെന്താണ്? ഇന്റർ സ്റ്റേറ്റ് ആണ്. ഇനി കേരളത്തിലുള്ള ഞാൻ അമേരിക്കയിലുള്ള കസ്റ്റമർക്ക് സെയിൽ ചെയ്യുന്നു, അതായത് എക്സ്പോർട്ട് ചെയ്യുന്നു, അതിനെ എന്ത് വിളിക്കാം? ഇന്റർ സ്റ്റേറ്റ് എന്നാ വിളിക്കുന്നത്. അതാ പറഞ്ഞേ 2 സ്റ്റേറ്റുകൾ തമ്മിലുള്ള സപ്ലൈ എന്ന് അർത്ഥം വരാൻ പാടില്ല. നമ്മുടെ സ്റ്റേറ്റിൽ നിന്ന് പുറത്തേക്കുള്ള സപ്ലൈ, അതിപ്പോ വേറെ സ്റ്റേറ്റിലേക്കുമാകാം, വേറെ കൺട്രിയിലേക്കുമാകാം. എന്ത് വിളിക്കാം? ഇന്റർ സ്റ്റേറ്റ് സപ്ലൈ എന്ന് വിളിക്കാം. ക്ലിയർ? ഓക്കെ. ഓക്കെ. എക്സാമ്പിൾ, അരവിന്ദിന്റെ സ്ഥലം കേരളത്തിലാണ്. അരവിന്ദിന്റെ സ്ഥലം. അരവിന്ദ് GST രജിസ്റ്റേർഡ് ആയിട്ടുള്ള ഒരു സപ്ലയർ ആണ്, അതായത് സെല്ലറാണ്. ഓക്കെ. അരവിന്ദ് എന്ത് ചെയ്യുന്നു? ഗുഡ്സ് സെയിൽ ചെയ്യുന്നു. കസ്റ്റമറിന്റെ പേര് അജ്മൽ. അജ്മലും കേരളത്തിലുള്ള ഒരു കസ്റ്റമറാണ്. അജ്മലും രജിസ്റ്റേർഡ് ആയിട്ടുള്ള ഒരു കസ്റ്റമറാണ്. സങ്കല്പിക്കുക. ഇവിടെ സെയിൽ ചെയ്യുന്ന ഗുഡ്സിന്റെ പ്രൈസ് 10,000 രൂപയാണ്. ഓക്കെ. അവിടെ ഒരു കോമൺ ലോജിക്ക് മനസ്സിലാക്കേണ്ടത്, നമുക്ക് നമ്മുടെ ബിസിനസ് സ്ഥാപനം GST രജിസ്റ്റേർഡ് ആണെങ്കിൽ നമ്മൾ സെയിൽ ചെയ്യുമ്പോൾ കസ്റ്റമറിന്റെ കയ്യിൽ നിന്ന് GST കളക്ട് ചെയ്യണം. ഓക്കെ. അപ്പൊ ഇവിടെ അരവിന്ദ് എന്ന് പറയുന്ന സപ്ലയർ GST രജിസ്റ്റേർഡ് ആണ്. അതുകൊണ്ട് തന്നെ അരവിന്ദ് 10,000 രൂപയുടെ ഗുഡ്സ് അജ്മൽ എന്ന് പറയുന്ന കസ്റ്റമർക്ക് സെയിൽ ചെയ്യുമ്പോൾ 10,000ന്റെ കൂടെ GST കൂടെ എന്ത് ചെയ്യണം? ചാർജ് ചെയ്ത് വേണം സെയിൽ ചെയ്യാൻ. ഓക്കെ. ഇപ്പൊ നമുക്ക് GSTയിൽ പല വ്യത്യസ്ത റേറ്റ് ഓഫ് ടാക്സ് ഉണ്ട്. 5% ഉണ്ട്, 12% ഉണ്ട്, 18% ഉണ്ട്, 28% ഉണ്ട്. ഓരോ ഗുഡ്സിനും ഓരോ റേറ്റ് ആണ്. ഇപ്പൊ സങ്കല്പിക്കുക, അരവിന്ദ് സെയിൽ ചെയ്യുന്ന ഈ ഗുഡ്സിന്റെ റേറ്റ് ഓഫ് GST 5 ആണ്. സങ്കല്പിക്കുക. അപ്പോ 10,000ന്റെ 5% എത്രയാ? 500 വരുന്നേ. അപ്പൊ ടോട്ടൽ 10,500 രൂപയ്ക്കായിരിക്കും അരവിന്ദ് അജ്മലിന് സെയിൽ ചെയ്യുക. ഓക്കെ. ഇവിടെ അരവിന്ദ് എന്ത് ചെയ്തു? അരവിന്ദ് കളക്റ്റഡ് ഫ്രം അജ്മൽ. അജ്മലിന്റെ കയ്യിൽ നിന്ന് ടോട്ടൽ എത്ര എമൗണ്ട് കളക്ട് ചെയ്തു? 10,500 കളക്ട് ചെയ്തു. ക്ലിയർ അല്ലേ?
ഈ കളക്ട് ചെയ്യപ്പെട്ട 500 രൂപ എന്ന് പറയുമ്പോ ഈ 500 രൂപ എന്ന് പറയുമ്പോ അരവിന്ദിന്റെ ഇൻകം ആണോ? അരവിന്ദിന്റെ ഇൻകം അല്ല. ക്ലിയർ? കാരണം ഇതിൽ 10,000 മാത്രമാണ്, 10,000 രൂപ അല്ലെ, 10,000 മാത്രമാണ് അരവിന്ദിന്റെ ഇൻകം. ക്ലിയർ? 500 രൂപ അതെന്താണ്? GST ആണ്. അതൊരിക്കലും എന്തല്ല? അരവിന്ദിന്റെ ഇൻകം അല്ല, വരുമാനമല്ല, സ്വന്തം പൈസയല്ല. അത് ലൈബിലിറ്റി ആണ്. അരവിന്ദ് അജ്മലിന്റെ കയ്യിൽ നിന്ന് കളക്ട് ചെയ്ത 10,500 രൂപയിൽ 10,000 രൂപ അരവിന്ദിന് എന്ത് ചെയ്യാം? പോക്കറ്റിൽ വെക്കാം, സ്വന്തം പൈസയാണ്. എന്നാൽ 500 രൂപ അത് അരവിന്ദിന്റെ സ്വന്തം വരുമാനമല്ല, അത് അരവിന്ദിന് ലൈബിലിറ്റി ആണ്. അരവിന്ദ് അത് ഗവൺമെന്റിന് കൊടുക്കാനുള്ള ബാധ്യതയാണ്. ഈ ബാധ്യതയ്ക്ക് അരവിന്ദ് വിളിക്കുന്ന പേരാണ് ഔട്ട്പുട്ട് GST. ഔട്ട്പുട്ട് GST എന്നാണ് അരവിന്ദ് ഈ 500 രൂപ വിളിക്കുന്ന പേര്. ഇത് അരവിന്ദ് നിർബന്ധമായിട്ടും ഗവൺമെന്റിന് കൊടുക്കാനുള്ള അരവിന്ദിന്റെ ബാധ്യതയാണ്. ഓക്കെ അല്ലേ? യെസ്. ഇവിടെ ഈ 500 രൂപ GST നമുക്കറിയാം പേയബിൾ ടു ഗവൺമെന്റ് ആണ്. ഗവൺമെന്റിന് കൊടുക്കാനുള്ള പൈസയാണ് 500 രൂപ. ക്ലിയർ അല്ലേ? യെസ്. സോ അവിടെ നമുക്ക് മനസ്സിലാക്കേണ്ടത്, നമ്മൾ ഒരു സപ്ലൈയുടെ മുകളിൽ എത്ര GST ആണോ കളക്ട് ചെയ്യപ്പെട്ടത്, ആ GST രണ്ട് ഗവൺമെന്റിനും തുല്യമായിട്ട് അവകാശപ്പെട്ടതാണ്. ഈക്വൽ ആയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഡിവൈഡ് ചെയ്ത് കൊടുക്കണം. ആരാ രണ്ട് ഗവൺമെന്റ്? ഒന്ന് സെൻട്രൽ ഗവൺമെന്റും 2 സ്റ്റേറ്റ് ഗവൺമെന്റും. ക്ലിയർ അല്ലേ? രണ്ട് ഗവൺമെന്റിനും നമ്മൾ തുല്യമായിട്ട് വീതിച്ച് കൊടുക്കേണ്ടതാണ്. എന്ന് പറഞ്ഞാൽ ഇവിടെ എന്ത് ചെയ്യുക? അരവിന്ദ് കളക്ട് ചെയ്യപ്പെട്ട 500 രൂപ ഉണ്ടല്ലോ, അതിൽ 250 രൂപ എന്ത് ചെയ്യുക? സെൻട്രൽ ഗവൺമെന്റിന് കൊടുക്കണം. ബാക്കി 250 രൂപ ആർക്ക് കൊടുക്കണം? സ്റ്റേറ്റ് ഗവൺമെന്റിന് കൊടുക്കണം. ക്ലിയർ? യെസ്. അപ്പൊ അരവിന്ദ് അജ്മലിന്റെ കയ്യിൽ നിന്ന് കളക്ട് ചെയ്ത 500 രൂപ രണ്ടായി ഡിവൈഡ് ചെയ്തു. 250 രൂപ സെൻട്രൽ ഗവൺമെന്റിന് കൊടുക്കാൻ സമയത്ത് അരവിന്ദ് അതിനൊരു പേരിട്ട് വിളിക്കും. സെൻട്രൽ GST എന്ന് പേരിട്ട് വിളിക്കും. അതിനെ ഷോർട്ടാക്കി അരവിന്ദ് വിളിക്കുന്നു CGST എന്ന് വിളിക്കും. CGST 250 രൂപ എന്ന് വിളിക്കും. ദെൻ സ്റ്റേറ്റ് ഗവൺമെന്റിന് അരവിന്ദ് കൊടുക്കാനുള്ള പൈസയെ വിളിക്കുന്ന പേരാണ് സ്റ്റേറ്റ് GST എന്ന് വിളിക്കും. അതിനെ ഷോർട്ടാക്കി അരവിന്ദ് വിളിക്കുന്നു SGST 250 രൂപ. ക്ലിയർ അല്ലേ? യെസ്. സോ ഇങ്ങനെ വേണം എന്ത് ചെയ്യാൻ? അരവിന്ദ് എന്ന സപ്ലയർ അജ്മൽ എന്ന കസ്റ്റമറിന്റെ കയ്യിൽ നിന്ന് കളക്ട് ചെയ്ത 500 രൂപ രണ്ടായി ഡിവൈഡ് ചെയ്ത് തുല്യമായിട്ട് രണ്ട് ഗവൺമെന്റിനും കൊടുക്കേണ്ടത്. ഈ പറയുന്ന സപ്ലൈ ഇതൊരു ഇൻട്രാ സ്റ്റേറ്റ് സപ്ലൈ ആണോ ഇന്റർ സ്റ്റേറ്റ് സപ്ലൈ ആണോ? ഇതൊരു ഇൻട്രയാണ്. കാര്യം എന്താ? സെല്ലറായ അരവിന്ദും കസ്റ്റമറായ അജ്മലും രണ്ടുപേരും ഒരേ സ്റ്റേറ്റിനകത്താണ്. സോ ഇതൊരു ഇൻട്രാ സ്റ്റേറ്റ് സപ്ലൈ ആണ്. ക്ലിയർ അല്ലേ? യെസ്. അപ്പോ ഇൻട്രാ സ്റ്റേറ്റ് സപ്ലൈ നടക്കുന്ന സമയത്ത് സപ്ലയർ ഇങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടത്. കസ്റ്റമറിൽ നിന്ന് വാങ്ങിച്ച ടാക്സ് രണ്ടായി ഡിവൈഡ് ചെയ്യുക. പകുതി സെൻട്രലിന് കൊടുക്കുക, പേര് വിളിക്കാം CGST. പകുതി സ്റ്റേറ്റിന് കൊടുക്കുക, പേര് വിളിക്കാം SGST. ഓക്കെ? ഇതുവരെ ഓക്കെ ആണോ? എന്തെങ്കിലും ചോദിക്കാനുണ്ടോ പറഞ്ഞ പോയിന്റിൽ? എനി ഡൗട്ട്സ്? ക്ലിയറാ. ഓക്കെ, ശരി. ബാക്കി പറയാം അല്ലേ? ആർക്കും ഡൗട്ട് ഇല്ല? ഓക്കെ.
Lenin nagro problema. ഓക്കെ, സോ കണ്ടിന്യൂ ചെയ്യാം. അടുത്ത എക്സാമ്പിൾ, അരവിന്ദ് നേരത്തെ പോലെയാണ്, കേരളത്തിലാണ്, അതുപോലെ രജിസ്റ്റേർഡ് ആയിട്ടുള്ള സപ്ലയർ ആണ്, സെയിൽ ചെയ്യുന്നു, ഗുഡ്സ് സെയിൽ ചെയ്യുന്നു. ആർക്കാ? അജ്മലിന്റെ സ്ഥലം കേരളയല്ല, കർണാടകയാണ്, രജിസ്റ്റേർഡ് ആണ്. ഓക്കെ, എമൗണ്ട് ഒക്കെ സെയിം ആണ്, 10,000 രൂപയാണ്. 5% റേറ്റ് ഓഫ് ടാക്സ്, 500 രൂപ GST, 1,500 ടോട്ടൽ എമൗണ്ട്. ഓക്കെ, ഇവിടെ ഈ പറയുന്ന നമുക്കറിയാം 500 രൂപ GST ആണ് അല്ലേ? ഓക്കെ, പേയബിൾ ടു ഗവൺമെന്റ് ആണ്, നമുക്കറിയുന്ന കാര്യമാണ്. അതിനു മുമ്പ് ചോദിക്കാം, ഈ സപ്ലൈ ഇൻട്രയാണോ ഇന്റർ ആണോ? നമുക്കറിയാം ഈ സപ്ലൈ ഇന്റർ ആണ്, കാരണം രണ്ടുപേരും 2 സ്റ്റേറ്റ് ആണ്. ഓക്കെ, ഇന്റർ സ്റ്റേറ്റ് സപ്ലൈ ആണത്. ഇനി ഇവിടെ 500 രൂപ എന്ന് പറയുമ്പോൾ അരവിന്ദിന് അറിയാം അതിൽ 250 എമൗണ്ട് പേയബിൾ ടു ആർക്കാണ്? സെൻട്രൽ ഗവൺമെന്റ് ആണ്, അറിയാം. അതുപോലെ ബാക്കി 250 എമൗണ്ട് പേയബിൾ ടു ആർക്കാണ്? സ്റ്റേറ്റ് ഗവൺമെന്റ് എന്നാണ് അറിയാം. ഓക്കെ, പക്ഷേ ഇവിടെ ചെറിയ പ്രശ്നം, അരവിന്ദ് 250 രൂപ സെൻട്രൽ ഗവൺമെന്റിനാണെന്ന് പറയുന്നു. അവിടെ ഡൗട്ടൊന്നുമില്ല. പക്ഷേ ബാക്കി 250 രൂപ സ്റ്റേറ്റ് ഗവൺമെന്റ് എന്ന് പറയാൻ സമയത്ത് മാത്രം അരവിന്ദിന്റെ മുമ്പിൽ ഒരു ഡൗട്ട് വരുന്നു. എന്ത് ഡൗട്ടാ? വിച്ച് സ്റ്റേറ്റ്? കാരണം ഇവിടെ നമുക്ക് 2 സ്റ്റേറ്റ് ഉണ്ട്. നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ പ്രകാരമാണെങ്കിൽ അത് ഇൻട്രാ സ്റ്റേറ്റ് സപ്ലൈ ആയിരുന്നു, അവിടെ രണ്ടുപേരും കേരളത്തിനകത്താണ്. എന്നാൽ ഇവിടെ സപ്ലയർ കേരളയും റിസീപ്പിയന്റ് കർണാടകയുമാണ്. അപ്പോ 250 രൂപ സ്റ്റേറ്റ് ഗവൺമെന്റിന് കൊടുക്കണമെന്ന് പറയുമ്പോൾ അത് ഏത് സ്റ്റേറ്റിനാണ് കൊടുക്കേണ്ടത്? അങ്ങനെ ഒരു ചോദ്യം നമ്മുടെ മുമ്പിൽ ഇങ്ങനെ വരും. ഓക്കെ, അപ്പൊ അവിടെ GSTന്റെ റൂള് പ്രകാരം ഇങ്ങനെ ഇന്റർ സ്റ്റേറ്റ് സപ്ലൈ നടന്നാൽ അവിടെ സ്റ്റേറ്റ് റവന്യൂ പോകേണ്ടത് കൺസ്യൂം ചെയ്യുന്ന സ്റ്റേറ്റ് ഗവൺമെന്റിനായിരിക്കണം പോവേണ്ടത്. അതായത് കസ്റ്റമർ എവിടെയാ സ്റ്റേറ്റ് വരുന്നേ? കർണാടകയിലെ. അപ്പൊ കർണാടക സ്റ്റേറ്റ് ഗവൺമെന്റിനായിരിക്കും സ്റ്റേറ്റ് റവന്യൂ പോർഷനായ 250 എമൗണ്ട് പോവേണ്ടത്. ക്ലിയർ? യെസ്. അപ്പൊ ഇവിടെ ഈ 250 രൂപ ആരുടെ കയ്യിലുണ്ട്? അരവിന്ദ് എവിടെയാ? കേരളത്തിൽ. ഇവിടെ അരവിന്ദ് കേരളത്തിൽ നിന്നും ആ 250 രൂപ കർണാടക എന്ന സംസ്ഥാനത്തിലേക്ക് കൊടുക്കാൻ ഒരിക്കലും അരവിന്ദിന് പറ്റില്ല. സ്റ്റേറ്റ് വൈസ് GST ട്രാൻസ്ഫർ ഈസ് നോട്ട് പോസിബിൾ. ഒരു സ്റ്റേറ്റിൽ നിന്ന് മറ്റൊരു സ്റ്റേറ്റിലേക്ക് GST റവന്യൂ ഷെയർ ചെയ്യുന്ന സിസ്റ്റം നമ്മുടെ GST നിയമത്തിൽ ഇല്ല. അപ്പോ അരവിന്ദിന് ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല? 250 രൂപ സ്റ്റേറ്റ് റവന്യൂ ആയ 250 രൂപ ഒരിക്കലും കർണാടക ഗവൺമെന്റിന് കൊടുക്കാൻ പറ്റില്ല. അപ്പോ നേരത്തെ ഇൻട്രാ സ്റ്റേറ്റ് സമയത്ത് അരവിന്ദ് ചെയ്ത പോലെ CGST 250, SGST 250 അങ്ങനെ ഡിവൈഡ് ചെയ്യാൻ അരവിന്ദിന് പറ്റത്തില്ല. ആ സമയത്ത് അരവിന്ദ് GST അതോറിറ്റിയോട് ചോദിച്ചു, ഞാൻ എന്താ ചെയ്യേണ്ടത്? അപ്പോ GST അതോറിറ്റി അരവിന്ദിനോട് പറഞ്ഞു, അരവിന്ദ് ഒരു കാര്യം ചെയ്യൂ, അരവിന്ദിന്റെ കയ്യിലുള്ള 500 രൂപ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അതിനകത്ത് CGST 250 ഉണ്ട്, അതുപോലെ അതിനകത്ത് SGST 250 ഉണ്ട്. നമുക്കറിയാം രണ്ടും കൂടെ പരസ്പരം സംയോജിച്ച എമൗണ്ട് ആണ് 500 രൂപ അരവിന്ദിന്റെ കയ്യിൽ ഇപ്പോൾ ഉള്ളത്. അതായത് ഇന്റഗ്രേഷൻ ഓഫ് CGST ആൻഡ് SGST.
CGSTയും 250 SGST 250 പരസ്പരം സംയോജിച്ച ഒരു എമൗണ്ട് ആണ് ഈ പറയുന്ന 500 രൂപ. ക്ലിയർ? യെസ്. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം. നമുക്കിതിനെ ഇന്റഗ്രേറ്റഡ് GST എന്ന് പേരിട്ട് വിളിക്കാം. അതായത് IGST എന്ന് പേരിട്ട് വിളിക്കാം. അപ്പൊ അരവിന്ദ് ഒരു കാര്യം ചെയ്യൂ, IGST എന്ന് പേരിട്ട് 500 രൂപയെ സെൻട്രൽ ഗവൺമെന്റിന് കൊടുത്തോളൂ എന്ന് പറഞ്ഞു. ക്ലിയർ അല്ലേ? അപ്പോ അരവിന്ദ് എന്ത് ചെയ്തു? പറഞ്ഞ പ്രകാരം ആ 500 രൂപയെ 2ആയി ഡിവൈഡ് ചെയ്യാൻ നിൽക്കാതെ മൊത്തം 500 രൂപ എന്ത് ചെയ്തു? CGSTയും SGSTയും അടങ്ങിയിട്ടുള്ള ഈ 500 രൂപ ഒരുമിച്ച് മൊത്തമായിട്ട് IGST എന്ന് പേരിട്ട് സെൻട്രൽ ഗവൺമെന്റ് നേരിട്ട് കൊടുത്തു. ഓക്കെ അല്ലേ? ഇനി ആ സെൻട്രൽ എന്ത് ചെയ്യും? സെൻട്രൽ ഗവൺമെന്റ് അവർക്ക് കിട്ടിയ IGSTയിൽ നിന്നും അവരുടെ CGST 250 അവരങ്ങ് എടുത്തിട്ട് അതിൽ ബാക്കി അവശേഷിക്കുന്ന SGST എമൗണ്ട് ഇല്ലേ, എത്രയാ? 250 രൂപ. അത് കേന്ദ്ര ഗവൺമെന്റ് കർണാടക സ്റ്റേറ്റിന് നേരിട്ട് കൊടുത്തോളും. ഇതാണ് സിസ്റ്റം. ക്ലിയർ അല്ലേ? ഓക്കെ. അപ്പോ ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ഇൻട്രാ സ്റ്റേറ്റ് സപ്ലൈ നടന്നാൽ അവിടെ നമുക്ക് CGST അതുപോലെ SGST അപ്ലൈ ചെയ്യുന്നു. നമുക്ക് ഇന്റർ സ്റ്റേറ്റ് സപ്ലൈ നടന്നാൽ നമുക്കവിടെ IGST ആണ് എന്ത് ചെയ്യുന്നത്? അപ്ലൈ ചെയ്യുക. ക്ലിയർ അല്ലേ? യെസ്. ഓക്കെ അല്ലേ? ശരി. ഇനി അടുത്ത് മനസ്സിലാക്കേണ്ടത്, അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇങ്ങനെ പറയാം, ഇൻട്രാ സ്റ്റേറ്റ് സപ്ലൈ എന്ന് പറയുമ്പോൾ അവിടെ നമുക്ക് ഇൻട്രാ സ്റ്റേറ്റ് സപ്ലൈ എന്ന് പറയുമ്പോൾ ഇൻട്രാ സ്റ്റേറ്റ് സെയിലും ആകാം പർച്ചേസും ആകാമല്ലോ. ശരിയല്ലേ? ഇൻട്രാ സ്റ്റേറ്റ് സെയിലും ആകാം, അതുപോലെ ഇൻട്രാ സ്റ്റേറ്റ് പർച്ചേസും ആകാം. ക്ലിയർ അല്ലെ? നമ്മളിപ്പോ കേരളത്തിനകത്തുള്ള കസ്റ്റമർക്ക് സെയിൽ ചെയ്തു, ഇൻട്രാ സ്റ്റേറ്റ് സെയില്. കേരളത്തിനകത്തുള്ള സപ്ലയറിന്റെ കയ്യിൽ നിന്ന് പർച്ചേസ് ചെയ്തു, എന്താ? ഇൻട്രാ സ്റ്റേറ്റ് പർച്ചേസ്. ഓക്കെ അല്ലേ? ക്ലിയർ. അപ്പോ നമ്മൾ സെയിൽ ചെയ്യുമ്പോൾ കളക്ട് ചെയ്യുന്ന GSTയെ ഇങ്ങനെ വിളിക്കാം, ഔട്ട്പുട്ട് GST എന്ന് വിളിക്കാം. പർച്ചേസ് ചെയ്യുമ്പോൾ സപ്ലയറിന് കൊടുക്കുന്ന GSTയെ ഇങ്ങനെ വിളിക്കാം, ഇൻപുട്ട് GST എന്ന് വിളിക്കാം. ക്ലിയർ? ഓക്കെ. രേഷ്മ, ഇമ്പോർട്ട് എക്സ്പോർട്ട് വരുമ്പോഴും IGST ആണോ? അപ്പോൾ അതെ, കാരണം ഇമ്പോർട്ടും എക്സ്പോർട്ടും എന്ത് സപ്ലൈ ആണ്? ഇന്റർ സ്റ്റേറ്റ് സപ്ലൈ ആണ്. ആയതിനാൽ അവിടെ IGST വരും. ഓക്കെ, ശരി. അപ്പോൾ നമുക്ക് ഇങ്ങനെ പറയാം, ഇൻട്രാ സ്റ്റേറ്റ് ആകുമ്പോൾ ഔട്ട്പുട്ട് CGST, ഔട്ട്പുട്ട് SGST എന്ന് പറയാം. ഇനി ഇൻട്രാ സ്റ്റേറ്റ് പർച്ചേസ് ആകുമ്പോൾ ഇൻപുട്ട് CGST, അതുപോലെ ഇൻപുട്ട് SGST എന്ന് പറയാം. ഓക്കെ അല്ലേ? സിമ്പിൾ. ഓക്കെ. അതുപോലെ ഇന്റർ സ്റ്റേറ്റ് സെയില്, ഇന്റർ സ്റ്റേറ്റ് പർച്ചേസ്, ഇന്റർ സ്റ്റേറ്റ് സെയിൽ വരുമ്പോൾ ഔട്ട്പുട്ട് IGST, ഇന്റർ സ്റ്റേറ്റ് പർച്ചേസ് വരുമ്പോൾ ഇൻപുട്ട് IGST. ഓക്കെ അല്ലേ?
ഓക്കെ. ദെൻ നമുക്ക് ഒരു മാസം ഔട്ട്പുട്ട് GST ഒരു 1000 രൂപയുണ്ട്. അതേ മാസം ഇൻപുട്ട് GST ഒരു 800 രൂപയുണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്കറിയാം ഈ ഔട്ട്പുട്ട് GST ലൈബിലിറ്റിയാണ് ടു ഗവൺമെന്റ്. നമ്മൾ സെയിൽ നടത്തിയപ്പോൾ കസ്റ്റമറിന്റെ കയ്യിൽ നിന്ന് കളക്ട് ചെയ്ത ടാക്സ് ആണ് ഔട്ട്പുട്ട് GST. നമ്മൾ ഗവൺമെന്റിന് കൊടുക്കാനുള്ള പൈസയാണ്. ഇൻപുട്ട് GST എന്ന് പറഞ്ഞാൽ പർച്ചേസ് നടത്തിയപ്പോൾ സപ്ലയറിന് കൊടുത്ത ടാക്സ് ആണ് ഇൻപുട്ട്. നമുക്കത് അസറ്റ് ആണ്. ക്ലിയർ? നമുക്കത് അസറ്റ് ആണ്. നമുക്കത് ക്ലെയിം ചെയ്യാൻ സാധിക്കുന്ന എമൗണ്ട് ആണ്. ക്ലെയിമബിൾ ആണ്. റിക്കവറബിൾ ടാക്സ് ആണ്. ക്ലിയർ? തിരിച്ച് കിട്ടും. അതായത് ഇവിടെ നെറ്റ് ഔട്ട്പുട്ട് GST പേയബിൾ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ഇക്വൽ ടു ഔട്ട്പുട്ട് GST മൈനസ് ഇൻപുട്ട് GST. ബാലൻസ് വരുന്ന എമൗണ്ട് ആണ് പേയബിൾ എമൗണ്ട്. ക്ലിയർ അല്ലേ? യെസ്. ഇവിടെ നമുക്ക് എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ ഔട്ട്പുട്ട് എത്രയാ? 1000 രൂപയാണ്. മൈനസ് ഇൻപുട്ട് 800 ആണ്. ഇക്വൽ ടു 200 ആണ് നമ്മൾ ക്യാഷ് ആയിട്ട് ഗവൺമെന്റ് അടയ്ക്കേണ്ട എമൗണ്ട്. ഓക്കെ, ക്ലിയർ? ആർക്കെങ്കിലും സംശയമുണ്ടോ ഇതുവരെ പറഞ്ഞ കാര്യങ്ങളിൽ? ഓക്കെ ആണോ? ആർക്കും സംശയമില്ല? എല്ലാവർക്കും ഓക്കെ ആണ്? ക്ലിയർ? ഓക്കെ. So, output GST, input GST. നമുക്ക് ഒരു മാസം 3 ഔട്ട്പുട്ട് GST വരാം, 3 ഇൻപുട്ട് GST വരാം, അല്ലേ? നമുക്ക് ഇന്റർ സ്റ്റേറ്റ് സെയിൽ നടന്നാൽ IGST ഔട്ട്പുട്ട് വരാം. അതുപോലെ നമുക്ക് ഇൻട്രാ സ്റ്റേറ്റ് സെയിൽ നടന്നാൽ CGST, SGST ഔട്ട്പുട്ട് വരാം. അതുപോലെ നമുക്ക് ഇൻപുട്ട് വരുന്നേ. ഇന്റർ സ്റ്റേറ്റ് പർച്ചേസ് നടന്നാൽ IGST ഇൻപുട്ട്. ഇൻട്രാ സ്റ്റേറ്റ് പർച്ചേസ് ആണെങ്കിലോ CGST, SGST ഇൻപുട്ട്. ശരിയല്ലേ? യെസ്. ഓക്കെ. അപ്പൊ നിങ്ങൾ സങ്കല്പിക്കുക, നമുക്ക് ഒരു മാസം IGST ഔട്ട്പുട്ട് 1000, CGST ഔട്ട്പുട്ട് 500, SGST ഔട്ട്പുട്ട് 500. അതേപോലെ അതേ മാസം IGST ഇൻപുട്ട് 1000, CGST ഇൻപുട്ട് 400, SGST ഇൻപുട്ട് 400. സങ്കല്പിക്കുക. ഇങ്ങനെയാണെങ്കിൽ നമുക്ക് ഔട്ട്പുട്ട് ലൈബിലിറ്റിയും ഉണ്ട്, ഇൻപുട്ട് ക്ലെയിം എടുക്കാനുമുണ്ട്. നമുക്ക് കോമൺ ലോജിക് അറിയാം. ഔട്ട്പുട്ടിൽ നിന്ന് ഇൻപുട്ട് മൈനസ് ആക്കി ബാക്കിയുള്ള ഔട്ട്പുട്ടാണ് പേയ്മെന്റ് ചെയ്യേണ്ടത്. ക്ലിയർ? പക്ഷെ ഇവിടെ 3 ഔട്ട്പുട്ടും 3 ഇൻപുട്ടും വന്നിരിക്കുന്നു. അങ്ങനെ ആകുമ്പോൾ നമുക്ക് ഔട്ട്പുട്ടിൽ നിന്ന് ഇൻപുട്ട് എങ്ങനെയാണ് മൈനസ് ആക്കേണ്ടത് അത് പഠിക്കേണ്ടതായിട്ടിരിക്കുന്നു. ക്ലിയർ? അപ്പൊ ഇവിടെ നമുക്ക് ഒരു സിസ്റ്റമാറ്റിക് റൂള് പഠിക്കാനുണ്ട്. ഒരു സിസ്റ്റമാറ്റിക് ആയ റൂള് പഠിക്കാനുണ്ട്. ക്ലിയർ അല്ലേ? ഓക്കെ. ഫോർ സെറ്റ് ഓഫ് നമ്മുടെ ഈ ഔട്ട്പുട്ട് ലൈബിലിറ്റിയെ സെറ്റ് ഓഫ് ചെയ്യുക ബൈ ക്ലെയിമിംഗ് ഇൻപുട്ട് GST. ഇൻപുട്ട് GST ക്ലെയിം എടുത്തുകൊണ്ട് ഔട്ട്പുട്ട് GSTയെ സെറ്റ് ഓഫ് ചെയ്യുന്നു. ക്ലിയർ അല്ലേ? ഓക്കെ. ഫോർ സെറ്റ് ഓഫ് ഔട്ട്പുട്ട് GST
ബൈ ക്ലെയിമിംഗ് ഇൻപുട്ട് ജി എസ് ടി. ഇൻപുട്ട് ജി എസ് ടി ക്ലെയിം എടുത്ത് മൈനസ് ചെയ്തുകൊണ്ട് ഔട്ട്പുട്ട് ജി എസ് ടി എന്ന ലയബിലിറ്റിയെ സെറ്റ് ഓഫ് ചെയ്യുന്നു. അതിനുവേണ്ടി ഒരു സിസ്റ്റമാറ്റിക് റൂള് പഠിക്കാനുണ്ട്. ക്ലിയർ അല്ലേ? യെസ്. ഇവിടെ നമുക്ക് ആദ്യം 3 ഔട്ട്പുട്ട് ടാക്സ് ലയബിലിറ്റി ഉണ്ട് അല്ലേ? ഈ 3 ഔട്ട്പുട്ട് ടാക്സ് ലയബിലിറ്റി ഉള്ളതിൽ ആദ്യം സെറ്റ് ഓഫ് ചെയ്യേണ്ടത് IGST ഔട്ട്പുട്ട് ആണ്. IGST ഔട്ട്പുട്ട് സെറ്റ് ഓഫ് ആക്കാൻ വേണ്ടി നമുക്ക് ഇൻപുട്ട് 3 ഇൻപുട്ടില്ലേ, ആ 3 ഇൻപുട്ടും മൈനസ് ആക്കാൻ സാധിക്കും, കുറയ്ക്കാൻ സാധിക്കും. അതിൽ ഏത് ഇൻപുട്ടാണ് ആദ്യം മൈനസ് ആക്കേണ്ടത്? അങ്ങനെ ഒന്നുണ്ട്. രണ്ടാമത് ഏത് ഇൻപുട്ടാ മൈനസ് ആക്കേണ്ടത്? മൂന്നാമത് ഏത് ഇൻപുട്ടാ മൈനസ് ആക്കേണ്ടത്? അങ്ങനെ ഒന്നുണ്ട്. അപ്പൊ ആദ്യം മൈനസ് ആക്കേണ്ടത് സ്വന്തം ഇൻപുട്ടായ IGST ഇൻപുട്ടാണ്. ക്ലിയർ? അപ്പൊ IGST ഔട്ട്പുട്ട് IGST ഇൻപുട്ടിൽ പോയി അവിടെയുള്ള ഇൻപുട്ട് മൈനസ് ആക്കും, ക്ലെയിം എടുക്കും. എന്നിട്ട് വീണ്ടും IGSTന്റെ ഔട്ട്പുട്ട് 0യിൽ പോയിട്ടില്ല, വീണ്ടും ലയബിലിറ്റി ഉണ്ടെങ്കിൽ വീണ്ടും എന്ത് ചെയ്യാം? CGSTന്റെ ഇൻപുട്ട് മൈനസ് ആക്കാൻ സാധിക്കും. ക്ലിയർ? CGSTന്റെ ഇൻപുട്ട് മൈനസ് ആക്കാൻ സാധിക്കും. അപ്പൊ അങ്ങനെ IGST ഔട്ട്പുട്ട് ആദ്യം IGST ഇൻപുട്ട് ക്ലെയിം എടുത്തു, വീണ്ടും ആവശ്യമുള്ളത് കൊണ്ട് CGST ഇൻപുട്ടിൽ പോയി ക്ലെയിം എടുത്തു. ഈ 2 ഇൻപുട്ട് ക്ലെയിം എടുത്തിട്ടും IGST ഔട്ട്പുട്ട് 0 ആയി പോയിട്ടില്ല, വീണ്ടും ലയബിലിറ്റി ഉണ്ട്. അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യാം? അവസാനമായിട്ട് ബാക്കിയുള്ള ഇൻപുട്ടായ SGST ഇൻപുട്ട് എന്ത് ചെയ്യാം? മൈനസ് ചെയ്യാം. ഈ ഒരു റൂള് പ്രകാരം, ഈ ഒരു ഓർഡർ പ്രകാരം എന്ത് ചെയ്യേണ്ടത്? മൈനസ് ചെയ്യേണ്ടത്. ഈ 3 ഇൻപുട്ടും മൈനസ് ആക്കി വീണ്ടും IGST ലയബിലിറ്റി ഉണ്ടെങ്കിൽ അത് ക്യാഷ് ആയിട്ട് പേയ്മെന്റ് ചെയ്യണം ആ മാസം. ഓക്കെ, ക്ലിയർ? ഇതുപോലെയാണ് അടുത്ത ഔട്ട്പുട്ട്. രണ്ടാമത് സെറ്റ് ഓഫ് ആക്കേണ്ട ഔട്ട്പുട്ടാണ് CGST ഔട്ട്പുട്ട്. CGST ഔട്ട്പുട്ട് സെറ്റ് ഓഫ് ആക്കാൻ വേണ്ടി നമുക്ക് IGSTയെ പോലെ 3 ഇൻപുട്ടും ക്ലെയിം ചെയ്യാൻ പറ്റത്തില്ല, 2 ഇൻപുട്ടേ ക്ലെയിം ചെയ്യാൻ പറ്റൂ. അതിൽ 2 ഇൻപുട്ട് എന്ന് പറഞ്ഞാൽ ഒന്ന് സ്വന്തം ഇൻപുട്ടായ CGST ഇൻപുട്ടും 2 IGST ഇൻപുട്ടുമാണ്. CGST ഔട്ട്പുട്ടിന് ഒരിക്കലും SGST ഇൻപുട്ട് ക്ലെയിം ചെയ്യാൻ പാടില്ല. ഓക്കെ, അപ്പോ CGSTയും IGSTയും ആ ക്ലെയിം എടുക്കേണ്ടത് എന്ന് മനസ്സിലായിട്ടുണ്ട്. അതിൽ ആദ്യം ക്ലെയിം എടുക്കേണ്ടത് സ്വന്തം ഇൻപുട്ടായ CGST ഇൻപുട്ട് അല്ല, പകരം IGST ഇൻപുട്ടാണ്. ക്ലിയർ അല്ലേ? ആദ്യം ക്ലെയിം എടുക്കേണ്ടത് IGST ഇൻപുട്ടാണ്. ഓക്കെ, IGST ഇൻപുട്ട് എന്ത് ചെയ്യുന്നു? നമ്മൾ മൈനസ് ചെയ്യുന്നു. IGST ഇൻപുട്ട് ക്ലെയിം എടുത്ത ശേഷം വീണ്ടും CGST ഔട്ട്പുട്ട് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക? നമുക്ക് സ്വന്തം ഇൻപുട്ടായ CGST ഇൻപുട്ട് മൈനസ് ആക്കാൻ സാധിക്കും. ഈ 2 ഇൻപുട്ടും ക്ലെയിം എടുത്തു, നമുക്ക് SGST ക്ലെയിം ചെയ്യാൻ പാടില്ല. വീണ്ടും CGST ലയബിലിറ്റി ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക? ഒരൊറ്റ മാർഗം മാത്രമേ ബാക്കിയുള്ളൂ, എന്താ? ക്യാഷ് ആയിട്ട് പേയ്മെന്റ് ചെയ്യുക. ക്ലിയർ? ഇനി അവസാനമായിട്ട് ബാക്കിയുള്ള ലയബിലിറ്റിയാണ് SGST ഔട്ട്പുട്ട്. SGST ഔട്ട്പുട്ടും CGSTയെ പോലെയാണ്, 2 ഇൻപുട്ടേ ക്ലെയിം ചെയ്യാൻ പാടുള്ളൂ. SGSTക്ക് SGST ഇൻപുട്ടും IGST ഇൻപുട്ടുമേ ക്ലെയിം ചെയ്യാൻ പാടുള്ളൂ. SGSTക്ക് ഒരിക്കലും CGST പാടില്ല. ചുരുക്കി പറഞ്ഞാൽ CGSTക്കും SGSTക്കും അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം ക്ലെയിം ചെയ്യാൻ പാടില്ല. അപ്പൊ അതിൽ SGSTയും IGSTയും ആ ക്ലെയിം എടുക്കേണ്ടതെങ്കിൽ പോലും ആദ്യം ക്ലെയിം എടുക്കേണ്ടത് IGST ഇൻപുട്ടാണ്. IGST ഇൻപുട്ടാണ് ആദ്യം ക്ലെയിം ചെയ്യേണ്ടത്. അതിനുശേഷം IGST ഇൻപുട്ട് ക്ലെയിം എടുത്ത ശേഷം വീണ്ടും SGST ലയബിലിറ്റി ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? SGST ഇൻപുട്ട് ക്ലെയിം ചെയ്യാം. യെസ്, 2 ഇൻപുട്ടും ഇതേ ക്രമത്തിൽ എടുത്തു, വീണ്ടും SGST ലയബിലിറ്റി ഉണ്ടെങ്കിൽ നമുക്ക് ബാക്കി വരുന്ന എമൗണ്ട് നിർബന്ധമായിട്ടും ക്യാഷ് പേയ്മെന്റ് ചെയ്യണം. യെസ്, ഇതാണ് നമ്മൾ റൂള് വരുന്നത്. നമുക്ക് ഈ റൂള് വെച്ച് നമുക്ക് എന്ത് ചെയ്യാം? ഈ എക്സാമ്പിൾ ഒന്ന് ട്രൈ ചെയ്യാം. ഓക്കെ, ഇവിടെ നമുക്ക് IGST 1000 വരുന്നത്. നമുക്കറിയാം 3 ഔട്ട്പുട്ട് ടാക്സ് ഉണ്ട്. ആദ്യം സെറ്റ് ഓഫ് ആക്കേണ്ടത് ഔട്ട്പുട്ട് IGST ആണ്.
അത് എവിടുന്ന് ആദ്യം മൈനസ് ആക്കേണ്ടത് IGST ഇൻപുട്ട് ആണ്. അപ്പൊ എത്രയുണ്ട് IGST ഇൻപുട്ട്? 1000 ഉണ്ട്. 1000 മൊത്തം ക്ലെയിം ചെയ്യാലോ. 1000 ആണ് ഔട്ട്പുട്ട്, 1000 ഇൻപുട്ട് ഉണ്ട്, മൊത്തം ക്ലെയിം ചെയ്തു. അപ്പൊ എത്രയായി പോയി? 0 ആയി പോയി. ഇവിടെ 0 ആയി പോകത്തില്ലേ? അപ്പോ 0 ആയി പോയി. ഓക്കെ അല്ലേ? യെസ്. അപ്പൊ നമുക്കറിയാം IGST ഔട്ട്പുട്ട്, IGST ഇൻപുട്ട് ക്ലെയിം എടുത്തിട്ട് വീണ്ടും ലൈബിലിറ്റി ഉണ്ടെങ്കിൽ എന്ത് ആവശ്യമുള്ളൂ? CGST ഇൻപുട്ട് ആവശ്യമുള്ളൂ. പക്ഷെ ഇവിടെ ആണെങ്കിലോ IGST വീണ്ടും ബാക്കിയില്ല. IGST ഇൻപുട്ട് ക്ലെയിം എടുത്തപ്പോ തന്നെ IGST ഔട്ട്പുട്ട് 0 ആയി പോയി. ഓക്കെ. അപ്പൊ IGSTയുടെ കാര്യത്തിൽ തീരുമാനമായി. ബാക്കി 2 ഇൻപുട്ടും IGSTക്ക് ആവശ്യമില്ല. ഓക്കെ. ലൈബിലിറ്റി ഒന്നും ഇനി കച്ചവടക്കാരന് അടയ്ക്കേണ്ട ആവശ്യമില്ല. ഇനി രണ്ടാമത്തെ ലൈബിലിറ്റി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം CGST ഔട്ട്പുട്ട് ആണ്. CGST ഔട്ട്പുട്ട് നമുക്കറിയാം 500 രൂപയുണ്ട്. റൂള് പ്രകാരം ആദ്യം ക്ലെയിം എടുക്കേണ്ടത് IGST ഇൻപുട്ട് ആണ്. CGST നേരെ IGSTയിൽ പോയി. അവിടെ പോയപ്പോൾ അവിടെ ഒന്നും കാണുന്നില്ല. അവിടെ ആകപ്പാടെ ഉണ്ടായിരുന്ന 1000 എന്ന ഇൻപുട്ട് ആദ്യമേ ആരെടുത്തു? IGST എടുത്തോണ്ട് പോയി. യെസ്. അപ്പൊ ഇനി CGSTക്ക് ഒറ്റ മാർഗ്ഗമേ ഉള്ളൂ, സ്വന്തം ഇൻപുട്ട് ആയ CGST ക്ലെയിം ചെയ്യുക. എത്രയുണ്ട്? 400 ഉണ്ട്. ഇവിടെ എത്രയുണ്ട്? 500 ഉണ്ട്. അപ്പൊ നമുക്ക് 400 മൊത്തം എടുക്കാലോ. മൊത്തം എടുത്തു. ബാക്കി ഇവിടെ എത്ര വരും? ഇനി ബാക്കി 100 വരും. ക്ലിയർ? അപ്പോ CGSTക്ക് ഇനി ഒരിക്കലും SGST പറ്റത്തില്ല, നമുക്കറിയാം. അപ്പൊ CGSTക്ക് ഇനി ക്ലെയിം ചെയ്യാൻ ഇൻപുട്ട് ഒന്നും വേറെ ഇല്ല. അപ്പോ ഈ കച്ചവടക്കാരൻ CGST എന്ന പേരിൽ 100 രൂപ ക്യാഷ് പേയ്മെന്റ് ചെയ്യണം അതോറിറ്റിക്ക്. ക്ലിയർ? ഇനി അവസാനം ലയബിലിറ്റി അവശേഷിക്കുന്നത് SGST ആണ്. CGSTയെ പോലെയാണ്. SGSTക്കും ആദ്യം ക്ലെയിം ചെയ്യേണ്ടത് IGST ഇൻപുട്ട് ആണ്. അവിടെ പോയി നോക്കിയപ്പോൾ അവിടെ ഒന്നുമില്ല. അവിടെ ഉണ്ടായിരുന്ന 1000 ആദ്യമേ ആരെടുത്തു? IGST ഔട്ട്പുട്ട് കൊണ്ടുപോയി. ഇനി SGSTക്ക് ഒരൊറ്റ മാർഗം മാത്രമേ ബാക്കിയുള്ളൂ, SGST ഇൻപുട്ട് ക്ലെയിം ചെയ്യുക. അവിടെ എത്രയുണ്ട്? 400 ഉണ്ട്. ലയബിലിറ്റി എത്രയുണ്ട്? 500 ഉണ്ട്. 400 മൊത്തം എടുക്കാലോ. മൊത്തം എടുത്തു. ബാക്കി ഇവിടെ എത്രയുണ്ട്? 100 രൂപയുണ്ട്. അത് ക്യാഷ് ആയിട്ട് പേയ്മെന്റ് ചെയ്യണം. ക്ലിയർ? യെസ്. ഇതാണ് ഈ ഒരു എക്സാമ്പിൾ പ്രകാരമുള്ള ലോജിക്ക്. ആർക്കെങ്കിലും സംശയമുണ്ടോ? മറ്റാർക്കെങ്കിലും എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? അതൊന്ന് റിപ്പീറ്റ് ചെയ്യാമോ? ഇതിൽ ഏത് പോയിന്റ് ക്ലിയർ ആവാത്തെ? പറഞ്ഞാൽ മതി. ഇപ്പൊ ഇപ്പൊ പിന്നെ ക്ലെയിം ചെയ്യുന്ന കാൽക്കുലേഷൻ അല്ലേ അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ള? ഏതാണ് ഈ 3 ഇതാണോ അതോ ഇതാണോ? അത് IGST CGST അതിൽ 10 ഉള്ളത് 1000 ക്ലെയിം ചെയ്ത് 0 ആയി. പിന്നെ CGST ഞാൻ ഒന്നുകൂടെ അടുത്തത് പിന്നെ കാണിക്കാം. IGST. ഓക്കെ. അതായത് ഇവിടം വരെ. ഓക്കെ. ഇതിലേതാ ക്ലിയർ ആവാത്ത? ഇത് 1000 എടുത്തത് ക്ലിയർ ആണോ? 1000 ക്ലിയർ ആണ്. അതായത് ഇവിടെ 0 ആയി പോയി, ഇവിടെ 0 ആയി പോയി അല്ലേ? ഓക്കെ. റൈറ്റ്. ഇനി അടുത്ത ഏതാ ക്ലിയർ ആവാത്ത? CGST 500 ആണോ? അതെ. ഇതിനാ CGST റൂൾ എന്താ പറയുന്നത്? ആദ്യം IGST ക്ലെയിം ചെയ്യുക അല്ലേ? IGSTയിലാണെങ്കിൽ ഒന്നുമില്ല, 0. അപ്പൊ അവിടുത്തെ ക്ലെയിം ചെയ്യാൻ ഒന്നും പറ്റത്തില്ല. ഇനി എന്താ ചെയ്യേണ്ടത്? CGST ക്ലെയിം ഓക്കെ. ചെയ്യുക അല്ലേ? 400 ഉള്ളത്. മൊത്തം എടുക്കാലോ. മൊത്തം എടുത്തു. അപ്പൊ ഇവിടെ എത്ര ബാക്കിയുണ്ട്? 100 രൂപ. ആ 100 എന്ത് ചെയ്യണം? ക്യാഷ് അടയ്ക്കണ്ടേ? കാരണം CGSTക്ക് SGST ക്ലെയിം ചെയ്യാൻ പാടില്ലല്ലോ. പാടില്ല. ഓക്കെ. അതുപോലെയല്ലേ SGST വരുന്നേ? SGSTക്ക് 1000 ഇവിടെ ഒന്ന് ക്ലെയിം ചെയ്യേണ്ടതാണ്. പക്ഷെ അവിടെ ഒന്നുമില്ല. അപ്പൊ ഇനി എന്താ മാർഗം? ഇവിടെ നിന്ന് ക്ലെയിം ചെയ്യുക. ശരിയല്ലേ? അപ്പൊ 0 ഇപ്പൊ ബാക്കി എത്രയുണ്ട്? 100 രൂപ ബാക്കിയുണ്ട്. അപ്പൊ ഇവിടെ ക്യാഷ് അടയ്ക്കേണ്ടത് 100 രൂപ അല്ലേ? ഓക്കെ ആണോ? ഓക്കെ. ഓക്കെ. ശരി. വേറെ ആർക്കെങ്കിലും സംശയമുണ്ടോ? ക്ലിയർ? ക്ലിയർ ആണെങ്കിൽ നമുക്ക് മറ്റൊരു എക്സാമ്പിൾ ചെയ്യാം. ഓക്കെ. ഓക്കെ. അടുത്തൊരു എക്സാമ്പിൾ. 1000, 500, 500. ഇവിടെ മാത്രം, അതായത് ഇവിടെയൊക്കെ സെയിം എമൗണ്ട് ആണ്, ഒരു മാറ്റവും ഇല്ല. ഞാൻ IGST ഇൻപുട്ട് മാത്രം ചെറിയൊരു മാറ്റം കൊടുക്കുന്നു. അത് 800 രൂപയാണ്. ഓക്കെ. രേഷ്മ, സെയിം മന്തിന്റെ മാത്രമാണോ ക്ലെയിം ചെയ്യാൻ പറ്റും? അങ്ങനെയൊന്നുമില്ല. ഏത് മന്തിന്റെ ആയാലും ക്ലെയിം ചെയ്യാം. ഓക്കെ.
സോ നമുക്ക് സെറ്റ് ഓഫ് ചെയ്യാലോ അല്ലേ? 1000 ഉണ്ടല്ലേ ലയബിലിറ്റി. 800 ക്ലെയിം ചെയ്യാലോ? ക്ലെയിം ചെയ്യാം. ഇവിടെ 0 പോകത്തില്ലേ? ഇവിടെ ബാക്കി എത്രയുണ്ട്? 200 ഇത് ഓക്കെ ആണല്ലോ അല്ലേ? സംശയമില്ലല്ലോ. ഓക്കെ. നമുക്കറിയാം IGSTക്ക് 200 ലയബിലിറ്റി വന്നാൽ IGST ഇൻപുട്ട് 0, ക്ലെയിം മൊത്തം എടുത്തു. ഇനി എന്ത് ചെയ്യാം? CGST ക്ലെയിം ചെയ്യാലോ? STST ക്ലെയിം ചെയ്യാം. പക്ഷേ ഇവിടെ ഒരു കാര്യം പഠിക്കാനുണ്ട്. അതിനു വേണ്ടി മാത്രമാണ് ഈ എക്സാമ്പിൾ കൊണ്ടുവന്നത്. അതായത് ഞാൻ ഈ ഒരു റൂള് പറഞ്ഞു പോകുമ്പോൾ അതെല്ലാം കൂടെ പറഞ്ഞു പോയാൽ കംപ്ലീറ്റ് കൺഫ്യൂഷൻ ആവും. അതാണ് ഞാൻ ഈ പറയുന്ന പോയിന്റ് ഇവിടെ പറയാതെ പോയത്. ഈ പോയിന്റ് ഇവിടെ നിന്ന് പഠിക്കണം. ക്ലിയർ അല്ലേ? അതായത് IGSTക്ക് ബാക്കി വന്ന 200 രൂപ ഇവിടെ നിന്ന് ക്ലെയിം ചെയ്യാം. പക്ഷേ ഇവർക്ക് ഉള്ളത് കൊടുത്തിട്ട് ബാക്കി ഉണ്ടെങ്കിലേ ക്ലെയിം ചെയ്യാൻ പറ്റൂ. അത്ര പഠിച്ചാൽ മതി. ക്ലിയർ അല്ലേ? അപ്പൊ CGST STST ഔട്ട്പുട്ടുകൾക്ക് കൊടുക്കേണ്ടത് കൊടുത്തിട്ട് ബാക്കി ഉണ്ടെങ്കിൽ മാത്രമേ IGSTക്ക് ക്ലെയിം ചെയ്യാൻ പറ്റത്തുള്ളൂ. അത്രേ ഉള്ളൂ. ക്ലിയർ അല്ലേ? അപ്പൊ അങ്ങനെയാണെങ്കിൽ ഈ 200 സെറ്റ് ഓഫ് ആക്കാൻ വേണ്ടി IGSTക്ക് ഇവിടെ നിന്ന് ക്ലെയിം ചെയ്യാൻ പറ്റുമോ? പറ്റില്ല. എന്തുകൊണ്ടാ? കാരണം 400-നേക്കാളും കൂടുതൽ ഔട്ട്പുട്ട് CGSTയിലുണ്ട്, STSTയിലും ഉണ്ട്. ഇൻ കേസ് ഇവിടെ ഒരു 600 രൂപ ഉണ്ടായിരുന്നെങ്കിലോ? 600 രൂപ വെച്ചായിരുന്നു ഉണ്ടായിരുന്നെങ്കിൽ ഇവിടെ 500 മതി ഇവർക്ക് അല്ലേ? 500 മതി. ബാക്കി 100 ഉണ്ടാകുമായിരുന്നു. ആ 100 എന്ത് ചെയ്യാൻ പറ്റും? ഇവനെടുക്കാൻ പറ്റും. ക്ലിയർ അല്ലേ? സംശയമുണ്ടോ മറ്റാർക്കെങ്കിലും ഈ പോയിന്റ്? സെറ്റ് ഓഫ് ചെയ്യട്ടെ? ഓക്കെ അല്ലേ? അപ്പൊ ഇവിടെ ക്ലെയിം ചെയ്യാൻ പറ്റത്തില്ല. ഇത് ക്യാഷ് ആയിട്ട് ആ മാസം ആ കച്ചവടക്കാരൻ IGST 200 പേയ്മെന്റ് ചെയ്യണം. ഇനി CGST STST ആണെങ്കിലോ IGSTയിൽ ഒന്നുമില്ല. അപ്പൊ ഡയറക്റ്റ് എന്ത് ചെയ്യും? സെറ്റ് ഓഫ് ചെയ്യും. 400 ക്ലെയിം ചെയ്യും, ബാക്കി 100 രൂപയുണ്ട്. ഇവിടെ 400 ക്ലെയിം ചെയ്യും, ബാക്കി 100 രൂപയുണ്ട്. ഇവിടെ 0, ഇവിടെ 0, ഇവിടെ ക്യാഷ്, ഇവിടെ ക്യാഷ്. ക്ലിയർ ആണോ? ആർക്കെങ്കിലും സംശയമുണ്ടോ? ഓക്കെ. മറ്റാർക്കെങ്കിലും എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? ഓക്കെ ആണോ? ഓക്കെ. ആർക്കും സംശയമില്ല. എല്ലാവർക്കും ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, ക്ലിയർ. ഇനി മറ്റൊരു എക്സാമ്പിൾ നോക്കാം. ഒന്നുകൂടെ ഉള്ളൂ. അതോടെ പറഞ്ഞ് നമുക്ക് ക്ലാസ് വൈൻഡ് അപ്പ് ചെയ്യാം. ബാക്കി നമുക്ക് നാളെ പഠിക്കാം. ₹1000, 500 രൂപ, 500 രൂപ. ഇവിടെ സെയിം ആണ്. 400 രൂപ, 400. ഇവിടെ മാത്രം എമൗണ്ട് മാറ്റുന്നു. 1200 രൂപ. ഓക്കെ, സെറ്റ് ഓഫ് ചെയ്യാലോ? 1000 അല്ലേ ഔട്ട്പുട്ട്? 1200 ഇല്ലേ ഇൻപുട്ട്? 1000 എടുക്കാമല്ലോ. 1000 എടുത്ത ബാക്കി ഇവിടെ എത്രയുണ്ട്? 200. ഇവിടെ എന്തായി പോകും? 0 ആയി പോകും. ഓക്കെ, ശരി ശരി, അതായിക്കോട്ടെ. നെക്സ്റ്റ് CGST ഔട്ട്പുട്ടും STST ഔട്ട്പുട്ടും. അതിൽ ഏതാ അടുത്ത സെറ്റ് ഓഫ് ആക്കേണ്ടത്? CGST അല്ലേ? CGSTക്ക് IGST ക്ലെയിം ചെയ്യാലോ? ക്ലെയിം ചെയ്യാം. യെസ്. അപ്പൊ ഇവിടെ നമുക്ക് 200 മൊത്തം എടുക്കാലോ? മൊത്തം എടുക്കാം. 0. ബാക്കി ഇവിടെ എത്രയുണ്ട്? 300 അല്ലേ? 300. ഇനി എന്താ? ഇനി CGST ഇൻപുട്ട് 400 ക്ലെയിം ചെയ്യാലോ? 400 മൊത്തം ആവശ്യമുണ്ടോ? 300 മതിയല്ലോ. ബാക്കി 100 ഇവിടെ ബാക്കിയുണ്ട്. ഇവിടെ എന്തായി പോകും? 0 ആയി പോകും. ക്ലിയർ? ഇനി STST അല്ലേ? STSTക്ക് IGST ഒന്നുമില്ല. സോ ഇവിടുന്ന് ക്ലെയിം ചെയ്യാലോ? മൊത്തം എടുത്തു. ബാക്കി ഇവിടെ എത്രയുണ്ട്? 100 രൂപ അടയ്ക്കാനുണ്ട്. ക്യാഷ് അടയ്ക്കണ്ടേ? യെസ്. ഓക്കെ ആണോ? സംശയമുണ്ട്. ഓക്കെ, പറയൂ. ആ, IGST 1000 ഔട്ട്പുട്ട്, 1200 ഇൻപുട്ട്. അതെ ബാക്കി 200 ഉണ്ടായിരുന്നല്ലോ. അതെ. എന്നിട്ട് നമ്മൾ ആ 200 CGST അഡ്ജസ്റ്റ് ചെയ്തല്ലോ. അപ്പൊ 100 രൂപ അഡ്ജസ്റ്റ് ചെയ്തെങ്കിൽ SGST 100 രൂപ ക്യാഷ് ഒഴിവാക്കാൻ പറ്റത്തില്ലായിരുന്നു. അതെ, ഞാൻ അത് അടുത്ത് പറയാൻ വേണ്ടി വരുന്ന പോയിന്റ് ആണ്. ഓക്കെ, ശരി. ഓക്കെ, ഞാൻ അത് പറയാം. അപ്പൊ ഇവിടെ നിങ്ങൾക്ക് ഈ പോയിന്റ് ഇത് ക്ലിയർ ആയില്ലേ? യെസ്.
പക്ഷെ ഇവിടെ ഒരു കാര്യം, ഒരു പ്രശ്നമുണ്ട് അല്ലെ? ഇദ്ദേഹം പറഞ്ഞ പ്രകാരം ഈ കച്ചവടക്കാരന്റെ പോയിന്റ് ഓഫ് വ്യൂ നോക്കുമ്പോൾ അദ്ദേഹത്തിന് 100 രൂപ ഇവിടെ ഇൻപുട്ട് കിടപ്പുണ്ട്. പക്ഷേ അദ്ദേഹം SGST പേര് 100 രൂപ ക്യാഷ് അടയ്ക്കുന്നുമുണ്ട്. ഇതിപ്പോ 100 രൂപ ആയിട്ട് നമുക്ക് നിസ്സാര എമൗണ്ട്. പക്ഷേ റിയൽ ആയിട്ട് വരുമ്പോൾ ഇതൊരു 10 ലക്ഷമാണെങ്കിലോ 10 ലക്ഷം രൂപ അടയ്ക്കാനുണ്ട്, 10 ലക്ഷം രൂപ CGST ഇൻപുട്ടും കിടപ്പുണ്ട്. അപ്പോ 10 ലക്ഷം രൂപ ഇൻപുട്ട് ഉണ്ടായിട്ടും അത് ക്ലെയിം എടുത്ത് 10 ലക്ഷം എന്ന ലയബിലിറ്റിയെ സെറ്റ് ഓഫ് ആക്കാൻ സാധിക്കാതെ 10 ലക്ഷം രൂപ എവിടെന്നെങ്കിലും കടം മേടിച്ച് കൊണ്ടുവന്ന് ആ കച്ചവടക്കാരൻ ടാക്സ് അടയ്ക്കുന്നു അല്ലേ? അപ്പൊ ആ ഒരു അവസ്ഥ വരും. അപ്പൊ അത്തരം സിറ്റുവേഷൻ വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതിനെ മറ്റൊരു രീതിയിൽ എന്ത് ചെയ്യാം? സെറ്റ് ഓഫ് ചെയ്യാം. ക്ലിയർ അല്ലേ? ഞാൻ എല്ലാം പഴയതുപോലെ ആക്കിയാണ്. ഇവിടെ IGST 200 അല്ലേ ബാക്കി? ഈ 200 നമ്മൾ മൊത്തമായിട്ട് CGST കൊടുത്തോണ്ടല്ലേ ഇങ്ങനെ അവസ്ഥ വന്നേ അല്ലേ? അപ്പോ റൂള് പറയുന്നുണ്ട്, ഇൻ എനി ഓർഡർ ഓർ എനി മാനർ IGSTയിലെ എക്സസ് ആയി വന്ന ഇൻപുട്ട് ടാക്സ് CGSTക്കും SGSTക്കും എങ്ങനെ വേണമെങ്കിലും ക്ലെയിം കൊടുക്കാം. അപ്പൊ ഞാൻ ആദ്യം ചെയ്ത രീതി തെറ്റല്ല, ശരിയാണ്, റൂള് പ്രകാരം ശരിയാണ്. പക്ഷെ കച്ചവടക്കാരന് അങ്ങനെ ചെയ്താൽ അനാവശ്യമായി 100 രൂപ ക്യാഷ് അടയ്ക്കേണ്ട അവസ്ഥ വരുന്നു. അതുകൊണ്ട് ഞാൻ അങ്ങനെ ചെയ്യുന്നില്ല. ക്ലിയർ അല്ലേ? അപ്പൊ ഡിപ്പാർട്ട്മെന്റ് പറയുന്നു നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും എന്ത് ചെയ്യാം, ഈ കാര്യം സെറ്റ് ഓഫ് എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. എങ്ങനെ ചെയ്താലാണ് നിങ്ങൾക്ക് ക്യാഷ് അടയ്ക്കേണ്ടത് വളരെ കുറയുക. ക്ലിയർ അല്ലേ? ഓക്കെ. മിനിമം ക്യാഷ് പേയ്മെന്റ് എങ്ങനെ ചെയ്താലായിരിക്കും വരുന്നേ കച്ചവടക്കാരന്? അങ്ങനെ ചെയ്തോ നിങ്ങൾ? ക്ലിയർ എന്നാ പറയുന്നേ? ക്ലിയർ. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? 200 മൊത്തം CGST കൊടുത്തു, തെറ്റൊന്നുമില്ല. 200 മൊത്തം SGST കൊടുക്കുന്ന തെറ്റില്ല. പക്ഷെ അങ്ങനെ ചെയ്യുമ്പോൾ അനാവശ്യമായി ടാക്സ് അടയ്ക്കേണ്ടി വരുന്നു. പക്ഷെ നമുക്കത് മാറ്റി ചെയ്ത് നോക്കാം. 200 രൂപ നമുക്ക് 100 രൂപ 100 എസിനും കൊടുക്കാം അല്ലെ? അങ്ങ് ഈക്വലായി കൊടുക്കുമ്പോൾ ഇവിടെ എന്തായി മാറും? 400. ഇവിടെ എന്തായി മാറും? 400. ഇവിടെ എന്തായി പോകും? 0. അങ്ങനെയാണെങ്കിൽ ഇത് ഡയറക്റ്റ് മൈനസ് ചെയ്യുമ്പോൾ കംപ്ലീറ്റ് 0 ആയി പോകത്തില്ലേ? 0. ക്ലിയർ അല്ലേ? 0 ക്ലിയർ. അപ്പൊ നമ്മൾ ആദ്യം അങ്ങനെ ചെയ്തു, തെറ്റല്ല, ശരിയാണ്. പക്ഷെ അങ്ങനെ ചെയ്യുമ്പോൾ കച്ചവടക്കാരന്റെ പോയിന്റ് ഓഫ് വ്യൂ ക്യാഷ് അടയ്ക്കേണ്ട അവസ്ഥ വരുന്നു. പക്ഷെ നമ്മൾ മാറ്റി ചെയ്തപ്പോൾ അടയ്ക്കേണ്ടി വരുന്നില്ല, ഒന്നും അടയ്ക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഡിപ്പാർട്ട്മെന്റ് പറയുന്നു IGSTയിൽ അധികമായി IGST ഔട്ട്പുട്ട് 0 പോയി, ശേഷം ബാക്കി IGST ഇൻപുട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനെ നിങ്ങൾക്ക് CGSTയിലേക്കും SGSTയിലേക്കും എങ്ങനെ വേണമെങ്കിലും അഡ്ജസ്റ്റ് ചെയ്യാം. എങ്ങനെ ചെയ്താലാണ് നിങ്ങൾക്ക് ഓക്കെ ആവുന്നത് അങ്ങനെ ചെയ്തോ, പ്രോബ്ലം ഇല്ല എന്നാ പറയുന്നത്. ക്ലിയർ ആണോ? ഈ കാര്യം പഠിപ്പിക്കാനാണ് ഈ എക്സാമ്പിൾ കൊണ്ടുവന്നത്. ഓക്കെ അല്ലേ? ശരി. ആർക്കെങ്കിലും എന്തെങ്കിലും പറയാനുണ്ടോ, ചോദിക്കാനുണ്ടോ? ഓക്കെ, ശരി. സോ ഇത്ര മാത്രമേ ഉള്ളൂ നമ്മുടെ ഒരു ബേസ് ക്ലാസ് ഇന്ന് എടുത്തത്. ഓക്കെ, എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട് എന്ന് വിശ്വസിക്കുന്നു. ഞാൻ ഈ വീഡിയോ ഷെയർ ചെയ്യാം, ഒരു അരമണിക്കൂറിനുള്ളിൽ ഗ്രൂപ്പിൽ അയക്കാം. എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്നോട് ചോദിച്ചാൽ മതി. ഓക്കെ. സോ ഓക്കെ, നമുക്ക് നാളെ രാത്രി. ഓ, പറയൂ. നോട്ട്സ് എങ്ങനെ കിട്ടുന്നത്? ഡെയിലിയുടെ നോട്ട്സ് എവിടുത്തെ കിട്ടുന്നു? ഈ നോട്ട്സ് നിങ്ങൾ എഴുതിയെടുത്തില്ലേ ബുക്കിൽ? എഴുതിയെടുത്തില്ല ഞാൻ ഇത് സാർ അതെ, ഇപ്പൊ ഇതെല്ലാം പറഞ്ഞല്ലോ നമ്മളുടെ ഇതെല്ലാം ഓട്ടോമാറ്റിക് ആയിട്ട് അതിൽ വരുന്നതല്ലേ? നമ്മള് പ്രത്യേകിച്ച് എന്തെങ്കിലും ചെയ്യേണ്ടതായിട്ടുണ്ടാവോ ഒരിക്കലും ചെയ്യേണ്ടാവും, ചെയ്യുമ്പോൾ, ഓട്ടോമാറ്റിക് വരുന്ന കാര്യമാണ്. പക്ഷെ ഫയൽ നമ്മൾ ചെയ്യുമ്പോൾ? പഠിക്കണം, നമ്മൾ അറിഞ്ഞിരിക്കണം. നമ്മൾ ഓട്ടോമാറ്റിക് വരുന്ന കാര്യം നമ്മൾ അറിഞ്ഞിട്ടില്ലെങ്കിൽ നമുക്കത് മനസ്സിലാവത്തില്ലല്ലോ. ക്ലിയർ അല്ലേ? ഓക്കെ, ഓട്ടോമാറ്റിക്കലി സെറ്റ് ആണത്. ഇതൊക്കെ ഓട്ടോമാറ്റിക് നടക്കും കേട്ടോ, നമ്മൾ ചെയ്യേണ്ട ആവശ്യമില്ല. പക്ഷെ ഇത് എന്തുകൊണ്ടാന്ന് അറിഞ്ഞിരിക്കുന്നു. അതെ അതെ അതെ. അതാണ് ഇയാൾ പറഞ്ഞത്. ഓക്കെ, എല്ലാവർക്കും ക്ലിയർ അല്ലേ? ഓക്കെ, ശരി. സോ ഞാൻ ഈ എക്സൽ ഷീറ്റ് കൂടെ ഷെയർ ചെയ്യാം കേട്ടോ, ഞാൻ അത് അയച്ചു തരാം. നിങ്ങൾക്കിത് യൂസ് ചെയ്യാമല്ലോ അല്ലേ? ഓക്കെ. സോ ഓക്കെ, ഗുഡ് നൈറ്റ്. നാളെ വീണ്ടും കാണാം. ഓക്കെ. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എന്നെ വിളിക്കാം, എപ്പോൾ വേണം വിളിക്കാം. നമ്പർ അറിയാലോ, 8137835422 ആണ്. പേര് അരവിന്ദാണ്. എപ്പോൾ വിളിക്കാം.
വിളിക്കുമ്പോൾ എടുത്തില്ലെങ്കിൽ മനസ്സിലാക്കണം, ഞാൻ ഏതെങ്കിലും ഓഫ്ലൈൻ ക്ലാസ്സിലായിരിക്കും. ഇങ്ങനെ തിരിച്ച് വിളിക്കും, അല്ലെങ്കിൽ വാട്സപ്പിൽ ചെയ്യുക, ഞാൻ റിപ്ലൈ അയക്കും. ഓക്കെ, സോ ഗുഡ് നൈറ്റ്. ഓക്കെ Okay. ഓക്കെ താങ്ക് യു സർ. ഓക്കെ. Thank you.